നിനക്ക് എത്ര എണ്ണം വേണം? 5. 5. ഞാനേ പഴം കഴിച്ചോളാം. എന്തേ? ഒന്നുമില്ല, സ്വന്തം കാര്യം മാത്രം നോക്കിക്കോ. എനിക്ക് എല്ലാ ദിവസവും ഓഫീസിൽ ലേറ്റായി പോകാൻ പറ്റില്ല. അപ്പോഴാണ് 5 ദോശ. ഞാൻ പറഞ്ഞല്ലേ സ്മൂത്തി ഉണ്ടാക്കാന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും വെള്ളം കലക്കി തരരുതെന്ന്. എനിക്ക് പുട്ട്, കടല, ദോശ, ചമ്മന്തി അല്ല ഉണ്ടാക്കണേ. അത് ഞാനല്ലേ ഉണ്ടാക്കുന്നത്. എന്നെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇങ്ങനെ കണക്ക് പറയല്ലേ. എന്തെങ്കിലും ഒരു ദിവസമാണോ? ഈ മാസം 3 or 4 തവണയും ഞാൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇപ്പം എന്താ വട്ടത്തിൽ ദോശ ഇടാൻ പഠിച്ചില്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുക. അങ്ങനെ എനിക്ക് ഒരു താല്പര്യം ഇല്ലാണ്ട് നമ്മളെ ഓർത്താണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കല്ലേ. ഇത് പറ്റുമെങ്കിൽ ഒന്ന് മറച്ചിട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതെ, നമ്മൾ രണ്ടുപേരും 2 ദിവസം എൻ്റെ വീട്ടിലൊന്ന് പോയി നിൽക്കണം. എത്ര ദിവസമായി ഞാൻ പറയണു? 2 ദിവസം ഒന്ന് ശ്വാസം വിടട്ടെ, എന്നിട്ട് പോവാം. ഇത് പറയുമ്പോൾ മാത്രം എന്നെ താല്പര്യം ഇല്ലാത്ത? ഇവിടെ ഒന്നും കാണാനും ഇല്ല. അതിന് മാത്രം ഉത്തരവില്ല. ആര് പറഞ്ഞിട്ട് അവിടെ കൊച്ചിയിൽ ഒന്ന് ഫ്ലാറ്റ് കൊടുത്ത് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടാണോ? അനു, എനിക്ക് അല്ലെങ്കിലേ സമയമില്ല. അപ്പം തന്നെ എല്ലാ കഥയും കൂടെ പറയാൻ നിൽക്കല്ലേ. ഇവിടെ വന്നിരിക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ നീ എന്നെ കല്യാണം കഴിച്ചത്? അതിപ്പോ എന്തിനാ? ആണോ? അല്ല. എൻ്റെ കുറ്റവും കുറവും സ്വഭാവ ദൂഷ്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടും എന്നെ കല്യാണം കഴിച്ചത് എന്തുകൊണ്ടാണ്? എന്നെ ഇഷ്ടമായതുകൊണ്ടാണോ? പിന്നെ എന്താ പ്രശ്നം? എൻ്റെ കൺവെൻഷൻ വന്നിട്ടുണ്ടോ? മോങ്ങാൻ നിന്നിട്ടല്ലേ ഒരു കാര്യമില്ലാതെ. ആ കരിഞ്ഞ ദോശ കഴിക്കില്ല കേട്ടോ. അതൊന്ന് പോയി ഓഫ് ചെയ്യ്, എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. രാത്രി നീ ഓരോന്ന് പറഞ്ഞിരുന്നു, നീ ഉറങ്ങി, ഞാനത് ആലോചിച്ചിരുന്നു. ഉറങ്ങാതിരിക്കാൻ വേണ്ടി തന്നെയാ അത് പറഞ്ഞത്. ഓഫീസിൽ പോയി നീ പണിയെടുക്കും, ഞാനത് ആലോചിച്ചിരിക്കും. അതിനുവേണ്ടി തന്നെയാ പറഞ്ഞത്.